നമ്മൾ പറഞ്ഞു പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാലത്തെ അത് ഒരു സ്ട്രോങ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ ട്രേസ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല സ്ട്രോങ് ടൂളായിട്ട് പെഡിഗ്രീനെ യൂസ് ചെയ്യാം. ആ സ്പെസിഫിക് ട്രേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിസീസ് ആവാം, അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ആവാം. സോ സ്പെസിഫിക് ഡിസീസുകളെ അല്ലെങ്കിൽ അബ്നോർമാലിറ്റികളെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഏറ്റവും നല്ല സ്ട്രോങ് ടൂളാണ് പെഡിഗ്രി. സോ അപ്പോൾ നമുക്കറിയാം ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ഏത് ഫീച്ചർ ആയിക്കോട്ടെ, ഏത് ട്രേറ്റ് ആയിക്കോട്ടെ, അതിനെ കൺട്രോൾ ചെയ്യണത് ഒന്നോ അതിലധികമോ ജീനുകളാവാം. ലൊക്കേറ്റഡ് ഓൺ, ആ ജീനുകൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? DNA. അതെവിടെയാണുള്ളത്? ക്രോമസോമിൽ. സോ ക്രോമസോമിലുള്ള ആ DNA-യിലുള്ള അതിൻ്റെ സെഗ്മെൻ്റായുള്ള ജീനുകളിലാണ് ഓരോ ഓർഗാനിസത്തിൻ്റെയും ഓരോ പെർട്ടിക്കുലർ ട്രേറ്റുകൾ കൺട്രോൾ ചെയ്യുന്നത്. സോ ആ ജീനെ ആണ് ആ ട്രേറ്റിനെ കണ്ടത്. സോ ഓരോ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഓരോ പെർട്ടിക്കുലർ ജീനുകളാണ്. ആ ജീൻ നമ്മുടെ DNA-യിലുള്ള ക്രോമസോമിലുള്ള ഇതായിരിക്കും. സോ ഈ DNA-നെ നമുക്കറിയാം ഒരു ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യണ ഒരു കാരിയറായിട്ടാണ്, ഒരു വെഹിക്കിളാണ് നമ്മുടെ DNA. ജനറ്റിക് ഇൻഫർമേഷൻ ജനറേഷൻ ടു ജനറേഷൻ ക്യാരി ഓവർ ചെയ്യുന്ന ഒരു കാരിയറായിട്ടാണ് നമ്മുടെ DNA ആക്ട് ചെയ്യുന്നത്. സോ ഇത് കാരണം എന്തെങ്കിലും ഒരു ചേഞ്ച് DNA-യിൽ ഉണ്ടാവുകയാണെങ്കിൽ, സോ സാധാരണഗതിയിൽ നമ്മുടെ കാരിയറായിട്ട് വഹിക്കുന്നതുകൊണ്ട് സോ ഇത് ഈ ഇൻഫർമേഷൻ ആ DNA-യിൽ ഉണ്ടായുള്ള ഇൻഫർമേഷൻ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഒട്ടും തന്നെ ചേഞ്ച് ഇല്ലാണ്ട്, ഒട്ടും തന്നെ ഓൾട്ടറേഷൻ ഇല്ലാണ്ട് ട്രാൻസ്മിറ്റഡ് ആവും. സോ ഇൻഫർമേഷൻ നമ്മുടെ DNA-യിലുള്ള ഇൻഫർമേഷൻ എങ്ങനെയാണ് ഒരു ജനറേഷനിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഒരു ചേഞ്ചും അല്ലെങ്കിൽ ഓൾട്ടറേഷൻ ഇല്ലാതെ നോർമലി ട്രാൻസ്മിറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ DNA-നെ ഒരു കാരിയറായിട്ട് പറയുന്നു. എന്നാൽ ചില സമയത്ത് ഈ പറഞ്ഞ ഇൻഫർമേഷൻസിൽ എന്തെങ്കിലും ചേഞ്ചുകൾ ഉണ്ടാവാം. ചിലപ്പോൾ ചില DNA-യിലോ അല്ലെങ്കിൽ ജീനിലോ അല്ലെങ്കിൽ ക്രോമസോമുകളിലോ നമ്മൾ പറഞ്ഞ അബ്നോർമാലിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസൊക്കെ സംഭവിക്കാം. നമ്മൾ പറഞ്ഞു മ്യൂട്ടേഷൻ എന്നാണ്. എന്തെങ്കിലും ഒരു ഓൾട്ടറേഷനോ ചേഞ്ചുകളോ ഈ ജനറ്റിക് മെറ്റീരിയലായ DNA അല്ലെങ്കിൽ ക്രോമസോമുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. സോ ഈ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ഉണ്ട്. മ്യൂട്ടേഷൻ കാരണം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ നമുക്ക് ഒരുപാട് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ഉണ്ട്. ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസസ് ഒരു ഓൾട്ടേർഡ് ജീന് കാരണമോ അല്ലെങ്കിൽ ഓൾട്ടേർഡ് ആയിട്ടുള്ള ക്രോമസോം കാരണം, ക്രോമസോം ചേഞ്ച് കാരണമോ അല്ലെങ്കിൽ ജീനുകൾ ചേഞ്ച് ചെയ്തിട്ടോ ആയിരിക്കും വരുന്നത്. സോ ഈ ഡിസോർഡേഴ്സിനൊക്കെ കാരണം ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയലിലുള്ള ചേഞ്ചുകൾ അല്ലെങ്കിൽ ഓൾട്ടറേഷൻസ് ആയിരിക്കാം. ഈ പറഞ്ഞ ചേഞ്ചുകൾ ഇൻഹെറിറ്റ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓവർ ചെയ്ത് പോകാം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് എന്തൊക്കെയാണ്, ഏതൊക്കെ ട്രേറ്റുകളാണ് എക്സ്പ്രസ്ഡ് ആവണേ, ഏതൊക്കെ ട്രേറ്റുകളിലാണ് മ്യൂട്ടേഷൻ വന്നിട്ട് എക്സ്പ്രസ് ആവുന്നതും ചില ട്രേറ്റുകൾ എക്സ്പ്രസ്ഡ് ആവാതെ ഇരിക്കാം. അപ്പോൾ നമ്മുടെ പെഡിഗ്രി അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതാണ് സാധാരണ യൂസ് ചെയ്യുന്ന ആ പെഡിഗ്രി ചാർട്ടിൽ, ഒരു ഫാമിലി ട്രീയിൽ നമ്മൾ കാണിക്കുന്ന ആ പെഡിഗ്രി ചാർട്ടിൽ കാണുന്ന സിമ്പിൾസുകളാണ്. സോ ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു മെയിലാണെന്നാണ്. ഇത് അതിൻ്റെ അർത്ഥം മെയിലാണ്. ഇങ്ങനെ സർക്കിളായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഫീമെയിലാണ്. സോ ഇത് മെയിലാണ്, മറ്റേതൊരു ഫീമെയിലാണെന്ന് അർത്ഥം. സർക്കിൾ ഡിനോട്ട് ഫീമെയിൽ, ഇൻ ദ സ്ക്വയർ ആണെങ്കിൽ മെയിലും. ഇനി ഇങ്ങനെ ഒരു സിമ്പിളാണെന്നിട്ടെങ്കിൽ അതിൻ്റെ സെക്സ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. മെയിലോ ഫീമെയിലോ ഏത് വേണമെങ്കിൽ ആവാം. സോ സെക്സ് അൺസ്പെസിഫൈഡ് ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു സിമ്പിൾ. ഇനി അടുത്തത് ഈ പറഞ്ഞ ഇത് നമ്മൾ പറഞ്ഞു മെയിലാണ്, ഇത് ഫീമെയിലാണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് അറിയാത്തൊരു സെക്സ് ആണെന്ന് പറയും. സോ ഇതിലൊക്കെ ചില സമയത്ത് ഇങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് കാണാറുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ സിമ്പിൾസുകളിലൊക്കെ ഷെയ്ഡഡ് ആയിട്ട് കാണും. ഇങ്ങനെ ഷെയ്ഡഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ ആ പ്ലെയിനിന് പകരം ഷെയ്ഡഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് എന്നാണ് അർത്ഥം. എഫക്റ്റഡ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ മെയിൽ അല്ലെങ്കിൽ ഫീമെയിലിന്, അതായത് ഇത് മെയിലാണ്, ഇത് ഫീമെയിലാണ്, ഇത് നമുക്ക് സ്പെസിഫൈ ചെയ്യാത്തൊരു സെക്സാണ്. ഈ പറഞ്ഞ മെയിലിനും ഫീമെയിലിനും സ്പെസിഫൈ ചെയ്യാത്ത സെക്സിനും ഈ പറഞ്ഞ പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ഡിസീസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഉണ്ട്, അവർക്ക് എഫക്റ്റഡ് ആണ്. സോ എഫക്റ്റഡ് ഇൻഡിവിജ്വൽസിൽ മെയിൽ, എഫക്റ്റഡ് ഫീമെയിൽ, എഫക്റ്റഡ് ആയിട്ടുള്ള സ്പെസിഫൈ ചെയ്യാത്ത സെക്സ്. ഇത് നോർമൽ മെയിൽ, നോർമൽ ഫീമെയിൽ, ഇത് നോർമൽ നമുക്ക് സെക്സ് സ്പെസിഫൈ ചെയ്യാത്ത ഒരു ഇൻഡിവിജ്വൽ. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഇനി ഈ പറഞ്ഞ സ്ക്വയറും പറഞ്ഞ റൗണ്ടും അത് രണ്ടിനെയും തമ്മിൽ ഇങ്ങനൊരു ലൈൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം
മേറ്റിംഗ്. സോ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, സോ മെയിൽ ഫീമെയിലിനെ കണക്ട് ചെയ്ത് അവരുടെ തമ്മിലുള്ള മേറ്റിംഗ് ആണ് കാണിക്കുന്നത്. സോ രണ്ട് പാരൻസ്, ഫാദർ ആൻഡ് മദർ എന്ന് കാണിക്കുന്ന പോലെ മെയിൽ ആൻഡ് ഫീമെയിൽ അവരുടെ മേറ്റിംഗ് ആണ് കാണിക്കുന്നത്. ഈ ലൈൻ സിംഗിൾ ലൈനാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ മേറ്റിംഗ് ഉണ്ട് എന്നർത്ഥം. ഇനി അതേ സിമ്പിൾ തന്നെ മെയിലും ആൻഡ് ഫീമെയിലാണ് നിൽക്കുക. അവിടെ 2 ലൈൻ കാണിച്ചിട്ടുണ്ട്. ഒരു ലൈനിന് പകരം 2 ലൈൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിങ്ങിനെയാണ് ഈ 2 ലൈൻ കാണിക്കുന്നത്. നമ്മൾ ഫാമിലിയിൽ തന്നെയുള്ള ഒരു മാരേജ് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജിനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനത്തെ 2 ലൈൻ. സോ മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ 2 ലൈൻ കാണിക്കും. അതിന് വേറെ വിളിക്കുന്ന പേര് കൺസാജേനിയസ് മീറ്റിംഗ് എന്നാണ് പറയാം. കൺസാജേനിയസ് മീറ്റിംഗ് എന്ന് പറയാം, റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ് 2 ലൈൻ ഇട്ടുണ്ടെങ്കിൽ. ഇനി അതുപോലെ തന്നെ ഒരു പെഡിഗ്രി അല്ലെങ്കിൽ ഫാമിലി ട്രീയുടെ ചെറിയൊരു പിക്ചറാണ് കൊടുത്തേക്കണം. സോ ഇത് പാരൻറ്റ് ജനറേഷൻ, ഇത് ഫസ്റ്റ് ജനറേഷൻ. അതിൽ ഇത് മെയിൽ, ഇത് ഫീമെയിൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു മെയിൽ, ഇതൊരു ഫീമെയിൽ. സോ പാരൻസ് ആണ് ആദ്യം കാണിച്ചേക്കണം. അവർ തമ്മിലുള്ള മീറ്റിംഗ് ആണ് സിംഗിൾ ലൈനായിട്ട് കാണിച്ചേക്കണം. അവരിൽ നിന്ന് വന്ന ഫസ്റ്റ് ജനറേഷനാണ് കുട്ടികൾ. സോ കുട്ടികളുടെ ജനറേഷനാണ്. സോ പാരൻസ് മേലെയും കുട്ടികളുടെ ജനറേഷൻ താഴെയായിട്ട് കാണിക്കുന്നു. പാരൻസ് എബവ് ആൻഡ് ചിൽഡ്രൻ ബിലോ. പാരൻസ് മേലെ, കുട്ടികൾ താഴെയായിട്ട് കാണിക്കുന്നു. അതിൽ തന്നെ ആദ്യമുണ്ടായ കുട്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഗേളാണ് ഉണ്ടായത്, പിന്നെ ഒരു ബോയാണ് ഉണ്ടായത്. സോ ഫസ്റ്റ് ലെഫ്റ്റ് ടു റൈറ്റ്. സോ ഫസ്റ്റ് വൺ എപ്പോഴും ഈ ലെഫ്റ്റിലായിരിക്കും, പിന്നെ സെക്കൻഡ്, തേർഡ് ഇങ്ങനെയായിരിക്കും കാണിക്കുക. സോ നമ്മൾ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എപ്പോഴും ലെഫ്റ്റിലുള്ളതായിരിക്കും, പിന്നെയുള്ളത് സെക്കൻഡ് വൺ, പിന്നെയുള്ളത് തേർഡ്. ഇതിൽ 2 കാണിച്ചുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഗേള്, സെക്കൻഡ് ബോയ്, ഇങ്ങനെയാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ വേറൊരു കാണാം നമുക്ക്, ഒരു മെയില് ഒരു ഫീമെയിൽ. സോ 2 പാരൻസ്. അതിൽ ഇതാണ് കുട്ടി. കുട്ടി ഏതാണ്? ഇതിൽ മെയിലാണ്. സ്ക്വയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതൊരു മെയിലിനെയാണ് ഡിനോട്ട് ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഇതാണ് മെയിൽ. സോ ഒരു ഫാദർ ആൻഡ് മദർ, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, അവരുടെ മീറ്റിംഗ് വഴി ഉണ്ടാവുന്ന ആ ഒരു ഫസ്റ്റ് ജനറേഷനിലുള്ള കുട്ടി. ആ കുട്ടി ഏതാണ്? മെയിൽ ചൈൽഡാണ്. നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ മെയിൽ ചൈൽഡാണ്. ബട്ട് ഇവിടെ പ്രത്യേകത, ഈ 2 പാരൻസിനുണ്ടാവുന്ന മെയിൽ ചൈൽഡിന് എഫക്റ്റഡ് ആണ്, ഡിസീസ് എഫക്റ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ, ആ പറഞ്ഞ ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ അതിന് പ്രോജനിയിൽ ഡിസീസ് ഉള്ളവരാണ്, എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്. സോ ഈ പറഞ്ഞ അച്ഛനും അമ്മയ്ക്കും അവരുടെ മീറ്റിംഗ് വഴി ഉണ്ടായ കുട്ടി മെയിൽ ചൈൽഡാണ്. പ്ലസ് അതിൻ്റെ അർത്ഥം മെയിൽ ചൈൽഡ് എഫക്റ്റഡ് ആണ്. പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ്, ആ പെർട്ടിക്കുലർ ട്രേറ്റ് അല്ലെങ്കിൽ ആ ഡിസീസ് ഉണ്ട് എന്നർത്ഥം. ഇനി വേറൊരെണ്ണം ഇങ്ങനെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ്. 5 പേര് ഓഫ് സ്പ്രിങ്സ് ഉണ്ട്, അതിൽ ആർക്കും തന്നെ ഈ പറഞ്ഞ ഡിസീസ് ഇല്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ ഈ ഷേപ്പിൽ ഇങ്ങനെ 5 നമ്പർ, എത്ര നമ്പർ ഇട്ടെന്ന് വെച്ചാൽ ഇവിടെ 3 ആണെങ്കിൽ 3 അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ്. സോ ഇവിടെ 5 ഇട്ടതുകൊണ്ട് അൺഎഫക്റ്റഡ് എന്നാണ് അർത്ഥം. ഇങ്ങനെ ഈ പറഞ്ഞ ഷേപ്പിൽ സിമ്പിളിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിങ്സ് എന്നാണ് അർത്ഥം. സോ ഇതൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മൾ പെഡിഗ്രിയിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ. സോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മെയിൽ, സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഈ പറഞ്ഞ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ഷേപ്പ് പോലെയുള്ളതാണ്. സെക്സ് അൺസ്പെസിഫൈ ചെയ്യാത്ത സെക്സ് ആയിരിക്കും. ഈ പറഞ്ഞ മെയിൽ ഫീമെയിൽ സെക്സ് അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ സിമ്പിളിലൊക്കെ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എഫക്റ്റഡ് ഇൻഡിവിജ്വൽ, അവർക്ക് ഡിസീസ് ഉണ്ട് എന്നർത്ഥം. ഇതുപോലെ ഈ മെയിലും ഫീമെയിലും തമ്മിൽ ഒരു ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ മീറ്റിംഗ് ഉണ്ടെന്നർത്ഥം. ഈ മെയിലും ഫീമെയിലും 2 ലൈൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റിലേറ്റീവ്സ് തമ്മിലുള്ള മീറ്റിംഗ് ആണെന്നർത്ഥം. ഈ പറഞ്ഞതിൽ ഫാദർ മെയിലും ഫീമെയിലും അവരുടെ മീറ്റിംഗ്, അതിൽ നിന്നുണ്ടാവുന്ന ഫസ്റ്റ് പ്രോജിനി, ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ. സോ ഒരു ഫീമെയിൽ ഒരു മെയിൽ. സോ പാരൻസ്, അതുപോലെ താഴെ ചിൽഡ്രൻ. അതുപോലെ മെയിലും ഫീമെയിലിൻ്റെയും മീറ്റിംഗ് വഴി ഉണ്ടാവുന്ന ഒരു മെയിൽ ചൈൽഡാണ്. ബട്ട് ആ മെയിൽ ചൈൽഡിന് പ്രത്യേകത എഫക്റ്റഡ് ആണ്, എഫക്റ്റഡ് വിത്ത് ഡിസീസ് ഉള്ള ഒരു മെയിൽ ചൈൽഡ്. ഇത്രയാണ് നമ്മുടെ പെഡിഗ്രി അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഈ സിമ്പിൾസ് വെച്ചിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ട്രീറ്റുകളാണ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.